ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു ചെമ്മീൻ കറി വയ്ക്കുന്നതാണ്. ചെമ്മീൻ ഞാൻ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ള. ഇന്ന് മറ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെമ്മീനും നൊത്തോലിയൊക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ കാണിക്കുന്നില്ല. നമ്മുടെ വിഷയം ചെമ്മീൻ കറി വയ്ക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കറി വയ്ക്കണമെന്ന് നിങ്ങൾ കാണുക, കേൾക്കുക. നമ്മളത് കാണിച്ചു തരാം, പറഞ്ഞു തരാം. അപ്പോൾ ചെമ്മീൻ ആദ്യം ഒന്ന് വൃത്തിയാക്കണം. 200 രൂപയാണ് വിലയെന്ന് ഞാൻ കേട്ടില്ല, എത്രയാണോന്ന് അറിയത്തില്ല കേട്ടോ. വിലയൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചെമ്മീൻ വൃത്തിയാക്കാം. ചെമ്മീൻ വൃത്തിയാക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും കാണിക്കുന്നില്ല, ഒരു 4-5 എണ്ണം നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ഒന്ന് കാണിക്കാം. ആദ്യം ഒന്ന് അതിൻ്റെ തല ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തോല് പൊളിക്കാൻ പെട്ടെന്ന് പൊളിക്കാം കേട്ടോ. സിമ്പിളായിട്ട് അതിൻ്റെ തോലൊന്ന് പൊളിക്കുക. അതിൻ്റെ സെൻറ്ററിലൊന്ന് നെടുവേ ഒന്ന് കീറുക കേട്ടോ. നെടുവേ അതിൻ്റെ സെൻറ്ററിലാണ് അതിൻ്റെ അഴുക്കിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കുറുക്കിൻ്റെ അവിടെ വെച്ച് ഒന്ന് ഒരു കത്തി വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് വൃത്തിയാക്കി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെമ്മീൻ്റെ കൂടെ ഞാൻ അതിൻ്റെ തലയിടുന്നുണ്ട് കേട്ടോ. ചിലരത് തലയിടാറില്ല, ചിലർ തല കളയാറുണ്ട്. പക്ഷെ ഞാൻ തലയിടുന്നു. തലയും കൂടെയൊക്കെ ഇട്ട് വെച്ചാലേ അത് ടേസ്റ്റുള്ളൂ കേട്ടോ, എങ്കിലേ കറിക്കൊരിതുള്ളൂ. അപ്പോൾ ആൾക്കാർ പുതുമ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ ചെമ്മീനൊക്കെ ശരിക്കും അത് അതിൻ്റെ എല്ലാം വെച്ചൊക്കെ ഫ്രൈ ചെയ്ത് തരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ വിശാലമായിട്ട് കഴിക്കും. നമ്മുടെയൊക്കെ ഇവിടെ ഈ വിഴിഞ്ഞം ഭാഗത്ത്, വിഴിഞ്ഞം തുറമുഖം, അവിടെയൊക്കെ കുറേ ഹോട്ടലുകളുണ്ട്. ഞാനിതുവരെ പോയിട്ടില്ല. പോയവർ പറയുന്നുണ്ട് ചെമ്മീനൊക്കെ മുഴുവനും വെച്ച് അതിൻ്റെ വാലും തുമ്പും കൊമ്പും ഒക്കെ വെച്ചിട്ട് വലിയ ചെമ്മീനൊക്കെ പൊരിച്ചുകൊണ്ട് വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആ കണക്കിന് വീട്ടിലൊക്കെ വെച്ച് നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഇതായിട്ട് വയ്ക്കുമ്പോൾ തലേന്ന് ഇട്ടെന്നൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. തലയൊക്കെ ഇട്ട് വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇതുവരെ വെച്ചിട്ടില്ലാത്തവർ ചിലർ തേങ്ങയൊന്നും ചേർക്കാണ്ട് പുരട്ടിയെടുക്കും. പക്ഷേ അങ്ങനെ വെച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നമ്മൾ വെക്കുന്ന പോലെ നിങ്ങളൊന്ന് വെച്ച് കൂട്ടിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻ്റായിട്ട് ഇടണം. കൊള്ളാമോ എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടോ, എല്ലാവരും കണ്ടോ? നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും 2-3 എണ്ണം എടുത്ത് റെഡിയാക്കുന്നത്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് നോക്കുക. ആദ്യം ചെമ്മീൻ എടുക്കുക, കട്ട് ചെയ്യുക. അപ്പം നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. മൺചട്ടിയിൽ കറികൾ വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ തൊട്ടടുത്ത ഇതിൽ ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് അവിടെ അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഇതെല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് അവിടെയും തേങ്ങ വറുത്ത് അരച്ച് വരുമ്പം ഓക്കെ ആവും. അപ്പോൾ ഞാൻ കൊച്ചുള്ളി അതൊന്നും കാണിച്ചില്ല. എപ്പോഴും നിങ്ങളെല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾക്കതൊരിതാണല്ലോ, അതുകൊണ്ട് ഞാൻ കൊച്ചുള്ളിയൊക്കെ പൊളിച്ച് ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ അതിലോട്ട് അപ്പം നമ്മൾ ഇഞ്ചിയോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇഞ്ചിയൊന്നും ഇട്ടില്ല. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പച്ചമുളക് എനിക്ക് ഇടാൻ മറന്നു കേട്ടോ. പിന്നെ ഞാൻ കറിയൊക്കെ തിളച്ചതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നതിന്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മൺചട്ടി ആണെങ്കിൽ മൺചട്ടി, അല്ലാത്ത ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാ പാത്ര സൗകര്യം അതുപോലത്തെ ഒരു പാത്രത്തിൽ വെക്കുക. അപ്പം ഞാനിവിടെ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. മൺചട്ടി ചൂടായതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ തേങ്ങ വറുത്താണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങ എളുപ്പത്തിന് പണി കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് അടുപ്പിൽ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് അത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നമുക്ക് തേങ്ങയും വറുത്തെടുക്കാം, ഒരു സൈഡിൽ ഉള്ളിയും സംഭവമൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെക്കാൻ കണക്കിന് അങ്ങനെ വെച്ചാൽ. അപ്പോൾ നമ്മൾ മൺചട്ടി വെക്കുക. മൺചട്ടി വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കണ സംഭവം ഉണ്ടല്ലോ, തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് ഞാൻ പിന്നെ ഇട്ടത്, നമ്മുടെ ഈ സംഭവത്തിൽ പച്ചമുളകില്ല. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. തേങ്ങയൊക്കെ മൂത്തതിന് ശേഷം മാത്രമേ മസാലയൊക്കെ ഇടാവൂ. അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കറിവേപ്പിലയും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഞാനിത് നേരത്തെ അത് വൃത്തിയാക്കി വെച്ചതുകൊണ്ട് അതൊന്നും കാണിച്ചില്ല. അപ്പോൾ നിങ്ങളിത് കാണുക. നമ്മൾ വീണ്ടും പറയുന്നു, ആദ്യം ചട്ടി വയ്ക്കുക. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം തക്കാളി, കൊച്ചുള്ളി, പിന്നീട് നമുക്ക് എന്താ വേണ്ട, ഇഞ്ചി വേണമെന്നുള്ളത് ഇഞ്ചി എടുക്കുക. ഞാനിപ്പോൾ ഇഞ്ചി ഒഴിവാക്കി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെയൊക്കെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ അത് കുറഞ്ഞ തീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് വേവട്ടെ. വെന്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ച് ഇതിൻ്റെ കൂടെ ഇടുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് തേങ്ങ വറുക്കാം. ഇത് റെഡിയാവണതിനകം വെച്ച് നമ്മൾ തേങ്ങയും വറുത്തെടുക്കാം. വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൊഞ്ചിട്ട് കൊടുത്ത് ഒരു വേവാകുമ്പോൾ തന്നെ നമുക്ക് അരപ്പും കൂടി ചേർക്കാം. അതുകൊണ്ട് എളുപ്പത്തിന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പലരും നമ്മുടെ പാചകം ചോദിക്കാറുണ്ട്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പാചകങ്ങൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. കൊഞ്ച് നേരത്തെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അധികമൊന്നുമില്ല, എനിക്ക് തോന്നുന്നു 1/2 കിലോ വരില്ല കേട്ടോ. 10-25 കൊഞ്ച് വരുമുണ്ട്, 10-30 കൊഞ്ച് വരില്ല. എണ്ണയൊന്നുമില്ല, എന്നാലും ഒരു 1/2 കിലോ കൊഞ്ച് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഈ മസാല ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കൊഞ്ചിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും സംഭവം എല്ലാം കൂടെ കൊഞ്ചുമായിട്ട് വെക്കണമെന്ന് വെന്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ഞാൻ കുറഞ്ഞ തീയിലാണ് വറുക്കുന്നത്. നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് കുറഞ്ഞ തീയിലാണ് തേങ്ങ വറുക്കുന്നത്. വീഡിയോയ്ക്ക് ഇത്തിരി ലെന്ത് കൂടുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ കാണിക്കുമ്പോൾ അത് ക്ലിയറായിട്ട് കാണിച്ചില്ലെങ്കിൽ കണ്ടല്ലോ, ആർക്കെങ്കിലുമൊക്കെ വെക്കാൻ താല്പര്യം തോന്നണമെങ്കിൽ നമ്മളത് ക്ലിയറായിട്ട് കാണിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു 8 മിനിറ്റോ 10 മിനിറ്റോ ഉള്ള വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ സമയം അനുസരിച്ച് സമാധാനമായിട്ടൊക്കെ കൊഞ്ച് കറി വയ്ക്കാൻ താല്പര്യമുള്ളവർ, ചെമ്മീൻ കറി വയ്ക്കണമെന്ന്, തേങ്ങ അരച്ച് കറി വയ്ക്കണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ നിങ്ങൾ ചെയ്യുക. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുരട്ടി എടുക്കുന്നതിനേക്കാളും പച്ച അരച്ച് വെക്കുന്നതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ തേങ്ങ ഇവിടെ മൂത്തിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കും. മുളക് പൊടി എരിവൊക്കെ അവരവരുടെ ഇതനുസരിച്ചിട്ട്, ഇപ്പം നമ്മുടെ രീതി അനുസരിച്ച് മുളക് പൊടി, ചിലർക്ക് എരി കൂടുതൽ വേണം, ചിലർക്ക് ഒട്ടും എരി വേണ്ട. അപ്പം നിങ്ങളുടെ സൗകര്യാർത്ഥം എരിയുടെ ഇത് നിങ്ങൾ നോക്കി മുളക് പൊടി ചേർക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയേക്കാളും മീൻ അരയ്ക്കുന്നതിനേക്കാളും മുളക് പൊടിയുടെ കൂടെ ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കും കേട്ടോ. ഇങ്ങനെയുള്ളതിനൊക്കെ മുളക് പൊടിയേക്കാളും മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതിലോട്ട് ഞാൻ ഉലുപ്പിന് ഇതുണ്ടല്ലോ, കുരുമുളക് ഇട്ടിട്ടുണ്ട്, മസാല കൂടുതൽ പെരിഞ്ചീരകം അങ്ങനത്തെ പൊടിച്ച സംഭവം കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ എന്തായാലും അതെല്ലാം കൂടെ ഒന്ന് വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ആദ്യം തേങ്ങ വറുക്കുക, ഇത്തിരി എണ്ണ ഒഴിച്ച് തേങ്ങ വറുക്കുക. തേങ്ങ വറുത്തതിന് ശേഷം അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക് എല്ലാം കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കറിയുടെ കളർ കണ്ടിട്ടൊന്നും നോക്കണ്ട കേട്ടോ. കാരണം മഞ്ഞൾപ്പൊടിയൊക്കെ നേരത്തെ ഇട്ടതുകൊണ്ട് ഞാൻ അരപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് കറിക്കൊരു വ്യത്യാസം കാണുന്ന. കറിയൊക്കെ വെന്ത് സെറ്റായതിന് ശേഷം നമുക്ക് കാണാം ഫൈനൽ. അപ്പോൾ മുളക് ഞാൻ അന്നേരം ഇട്ടില്ല, പിന്നെ എനിക്ക് ഓർമ്മ വന്നിട്ടാണ് പിന്നെ ഞാൻ മുളക് കീറി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് നമ്മൾ കാണിച്ചു തരാം. നേരത്തെ കറിക്ക് കണ്ടത് ഒരു കളറായിരുന്നു, ഇപ്പം കണ്ട ഒരു കളറായിരുന്നു. നേരത്തെ നമ്മളത് മഞ്ഞൾപ്പൊടി ചേർക്കാതെ അരച്ചത് കൊണ്ട് അരപ്പ് അങ്ങനത്തെ കളറിലിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു പാചകം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തുന്നതായിരിക്കും. അടിപൊളിയല്ലേ, കണ്ടിട്ട് കൊതി വരുന്നില്ലേ? എന്തായാലും ഇതും കൂട്ടി ഞാനൊരു പിടി പിടിക്കാൻ പോകുന്നുണ്ട്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്.